ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല മനോഹരമായ 3 സെറ്റ് കമ്മലാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇയർ ഹുക്ക്, ബീഡ്സ്, വലിയ ബീഡും കുഞ്ഞു ബീഡും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബീഡ് ഫ്ലവർ, പിന്നെ ഹെഡ് പിൻ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്ന് 3 സെറ്റ് കമ്മൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഇനി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഹെഡ് പിൻ എടുത്തിട്ട് നമ്മൾ ബീഡ് കോർത്ത് അത് ജസ്റ്റ് ബെൻഡ് ചെയ്ത് എടുക്കുക വേണ്ടുള്ളൂ. ഓരോ ഡിസൈനായിട്ട് നോക്കാം. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഞാൻ ആദ്യമായിട്ടാണ് കമ്മലിൻ്റെ വീഡിയോ ഇടുന്നത്. ഇതിനു മുമ്പ് ഞാൻ കമ്മലിൻ്റെ വീഡിയോ ഒന്നും ഇതുവരെ ഇട്ടിട്ടില്ല. ഫസ്റ്റ് വീഡിയോ ആണ് ഇയറിങ്സിൻ്റെ. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും സിമ്പിളായ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഈ ഡിസൈൻസ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ഇത് ഏറ്റവും സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഒരു ബീഡ് മാത്രം കോർത്ത് നമ്മളത് ലോക്ക് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് നമ്മളതിൻ്റെ പെയറാണ് ചെയ്യുന്നത്. ഇത് സെക്കൻഡ് ഡിസൈനാണ്. അതിൽ നമ്മൾ ആദ്യം സിൽവർ കളർ ഒരു കുഞ്ഞു ബീഡിട്ടിട്ട് പിന്നെ വലിയ ബീഡിട്ട് പിന്നെ വീണ്ടും കുഞ്ഞു ബീഡിട്ടിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ പ്ലെയർ വെച്ച് അത് ബെൻഡ് ചെയ്ത് നമ്മളവിടെ ഒരു ഹുക്ക് ഉണ്ടാക്കുകയാണ്. അത് നമ്മൾ കൊളുത്ത് അതിൽ കോർക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഹുക്ക് ഉണ്ടാക്കി വെക്കുന്നത്. ഇത് സിമ്പിളായിട്ടുള്ള രണ്ടാമത്തെ ഡിസൈനാണ്. ഇതിൻ്റെ പെയർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. മൂന്നാമത്തെ ഡിസൈനാണ്. ഇതിൽ നമ്മൾ ബീഡ് ഫ്ലവർ അല്ലെങ്കിൽ ബീഡ് ക്യാപ്പ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. സെയിം മെത്തേഡ് തന്നെ നമ്മൾ ബീഡ് ക്യാപ്പ് മാത്രം യൂസ് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലും ഇടാൻ. ബാക്കി പ്രൊസീജിയറെല്ലാം സെയിം ആണ്. പ്ലെയർ വെച്ച് അത് നമ്മൾ ലോക്ക് ചെയ്ത് ഹുക്ക് കോർക്കണം. ഓക്കെ, ഇത് കഴിഞ്ഞ് ഇനി നമുക്കതിൻ്റെ പെയർ കൂടി ചെയ്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതെല്ലാം നമുക്ക് ഇയർ ഹുക്കുമായിട്ട് കണക്ട് ചെയ്യാം. അതിൽ ഈ ഇയർ ഹുക്കിലുള്ള ലൂപ്പ് ജസ്റ്റ് ഒന്ന് അകത്തി അത് കോർത്ത് വീണ്ടും പ്ലെയർ വെച്ചിട്ട് ടൈറ്റ് ചെയ്യാണ്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്താൽ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.